ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. കാരണം യോഹന്നാൻ പാരക്ലേത്തോസ് എന്ന പേരിൽ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വചനഭാഗങ്ങളാണ് ഇവിടെ ഉൾച്ചേർന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 23-24 വാക്യങ്ങളും ഒപ്പം തന്നെ 26-27 വാക്യങ്ങളും ഈശോയുടെ നാമത്തിലുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുക. അതുകൊണ്ട് തന്നെയും ഈ വചനഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈശോയുടെ നാമത്തിലുള്ള പ്രാർത്ഥന എന്ന ടൈറ്റിലിൽ നമ്മൾ പഠിക്കുന്നത് ഉത്ഥാനത്തിൻ്റെ ഫലമായി ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള സാധ്യത കൈവരുന്നു എന്നുള്ളതാണ്. ദൈവത്തോടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് ഗുണകരമായത്, സഹായകരമായത് ഉത്ഥാനം വഴിയായി കർത്താവ് ദൈവപിതാവിൻ്റെ സന്നിധിയിലാണ് എന്ന കാരണത്താലാണ്. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഫലമായി സന്തോഷം പൂർണ്ണമാകുന്നത് പ്രാർത്ഥന കേൾക്കപ്പെടും എന്ന ഉറപ്പിന്മേലാണ്. മനുഷ്യനായി നമ്മുടെ കൂടെ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലുള്ള പുത്രനായി യേശു കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച് അതിന് പരിഹാരം തരും. അതുകൊണ്ട് തന്നെയും ദൈവത്തോട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കുക, വചനം കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം തന്നെയാണ്. അവയാണ് നമുക്ക് വേണ്ടി സ്ക്രീനിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 16-ാം അധ്യായം 23-24 വാക്യങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഒരു സംശയവുമില്ല. എന്നാൽ പുത്രനായ യേശുവിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം തന്നെയായ പുത്രൻ നമുക്ക് വേണ്ടി നടത്തിത്തരുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം. അവിടെയാണ് തൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതെന്തും ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഈശോ പല പ്രാവശ്യം തൻ്റെ അന്ത്യപ്രഭാഷണത്തിൽ ആവർത്തിച്ച് പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വചനഭാഗങ്ങൾ യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിലും അതിനുശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും നമ്മൾ വായിച്ചു കേട്ടതുപോലെ തന്നെയും ഇപ്രകാരം ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം ഈശോയോടുള്ള ഐക്യത്തിൽ പ്രാർത്ഥിക്കുക എന്നതാണ്. ഈശോയുമായുള്ള ഐക്യത്തിൽ പ്രാർത്ഥിക്കുക. കാരണം ദൈവപിതാവിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ മുഖമാണ് ഈശോ എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവൻ്റെ അനുകമ്പയുടെ മുഖമാണ് ഈശോ. അതുകൊണ്ട് തന്നെ ഈശോയോട് ഐക്യപ്പെട്ട് ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉപമ എന്ന പ്രതിരൂപത്തിലൂടെ ശിഷ്യന്മാരുമായുള്ള തൻ്റെ ബന്ധം ഈശോ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം കൃത്യതയോടുകൂടെ എഴുതി വച്ചിട്ടുണ്ട്. ആ വചനം നിങ്ങൾക്ക് സ്ക്രീനിലും കാണാനായി സാധിക്കും. വചനം ഇപ്രകാരമാണ് പറയുക: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ എന്താണ് ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ പരസ്പരം
ബന്ധപ്പെട്ടു നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് കർത്താവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ ബന്ധത്തിലൂടെയാണ് വളരുന്നത്. ആരുമായും ബന്ധപ്പെടാതെ നമുക്ക് ആർക്കെങ്കിലും വളരാൻ പറ്റുമോ? ജന്മം നൽകിയ മാതാപിതാക്കളാകട്ടെ, കൂടെ വളർന്ന രക്തബന്ധങ്ങളായ സഹോദരങ്ങളാകട്ടെ, നമ്മുടെ തന്നെ മക്കളാകട്ടെ, അതുമല്ലെങ്കിൽ നമ്മുടെ അയൽപക്കങ്ങളാകട്ടെ, ബന്ധുമിത്രാദികളാകട്ടെ, ഈ സമൂഹത്തിലുള്ള ആരുമായിക്കൊള്ളട്ടെ, പല വിധത്തിൽ നമ്മെ വളർച്ചയിലേക്ക് നയിക്കാൻ ദൈവം ഏർപ്പെടുത്തിയ സഹായകരാണ് അവരെല്ലാവരുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും പിതാവിനെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അഡ്രസ്സ് ചെയ്യേണ്ടത്, സംബോധന ചെയ്യേണ്ടത്. പിതാവിനെയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നു വിളിച്ചു പ്രാർത്ഥിക്കാനാണ് ദൈവപുത്രനായ യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ പുത്രനായ മിശിഹായുടെ പുത്രത്വത്തിൽ പങ്കുചേർന്ന് പുത്രനോടൊപ്പം പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് മനസ്സിലാക്കാം. പ്രാർത്ഥനയെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: പിതാവിനെയാണ് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ സംബോധന ചെയ്യേണ്ടത്. പുത്രനായ മിശിഹായുടെ പുത്രത്വത്തിൽ പങ്കുചേർന്ന് പുത്രനോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാൻ പാടില്ലേ. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥം? പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് എന്നാൽ പരിശുദ്ധാത്മാവിനെ പൗലോസ് അപ്പോസ്തലൻ വിശേഷിപ്പിക്കുന്നത് അപ്രകാരമാണ്. റോമാലേഖനം 8-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ ഇങ്ങനെ പുത്രനോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പുത്രൻ മഹത്വീകരിക്കപ്പെട്ട് അരൂപിയായി മാറിയതുകൊണ്ടാണ്. ദൈവപുത്രനായ യേശു കർത്താവ് മരിച്ചുയർത്ത് അരൂപിയായി തീർന്നു. അവൻ മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ് കർത്താവിൻ്റേത്. അത് സൂക്ഷ്മ ശരീരമാണ് എന്ന് നമുക്കറിയുകയും ചെയ്യാം. അതുവരെ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇപ്രകാരം നമ്മൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്, അത് സ്ക്രീനിലും എഴുതി വച്ചിട്ടുണ്ട്: ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. വചനം പറയുന്നത് അങ്ങനെയാണ്, ഇതുവരെ. കാരണം എന്താ? അതുവരെയും അവൻ മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന കാരണത്താലാണ്. പക്ഷേ അവൻ്റെ മഹത്വീകരണം സംഭവിച്ചതോടുകൂടെ നമ്മൾ ഈശോയിലൂടെ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കാൻ യോഗ്യരായി തീർന്നു എന്നുള്ളതാണ്. ഉദ്ധിതനായ ഈശോ ഇന്ന് ജീവിക്കുന്നത് സഭയിലാണ്. അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഉദ്ധിതനായ ഈശോ ഇന്ന് ജീവിക്കുന്നത് സഭയിലൂടെയാണ്. ശരീരമാകുന്ന സഭയുടെ ശിരസ്സാണ് മിശിഹ. സഭയോടൊത്തുള്ള പ്രാർത്ഥനയാണ് കൂടുതൽ ഫലം നമുക്ക് നൽകുന്നത്. കാരണം സഭയോടൊത്ത് പ്രാർത്ഥിക്കുന്നവൻ മിശിഹായോട് ചേർന്നാണ് ദൈവപിതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ചിലർ പറയാറില്ലേ, പള്ളിയിൽ പോകാറില്ല, അഭിമാനത്തോടു കൂടെയൊക്കെയാണ് ചിലർ പറയുന്നത്. ഞാൻ സഭയിലുള്ള വലിയ വിശ്വാസിയല്ല ചോ, പക്ഷെ ദൈവത്തിന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, ക്രിസ്തു സഭയിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത്, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈശോയുടെ നാമത്തിലുള്ള പ്രാർത്ഥന പിതാവിൻ്റെ പ്രത്യേക സ്നേഹത്തിന് അവരെ പാത്രീഭൂതരാക്കുമെന്നും അങ്ങനെ പ്രാർത്ഥന കൂടുതൽ ഫലപ്രദമാകുമെന്നും 16-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഈശോയിലുള്ള ശിഷ്യരുടെ വിശ്വാസവും ഈശോയോടുള്ള അവരുടെ സ്നേഹവുമാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരിൽ പിതാവ് തൻ്റെ പുത്രനെ തന്നെയാണ് കാണുന്നത് എന്ന ഒരു വ്യംഗ്യാർത്ഥം ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പുത്രനായിത്തീരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നമ്മളാരും ദാസന്മാരല്ല. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ ഓർക്കുക,
ഞാനും നിങ്ങളുമൊക്കെ ദൈവപുത്രരാകുന്നത് പുത്രനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് വഴിയാണ്. ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവപുത്രന്മാരാകുന്നു എന്ന് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ കാര്യം മനസ്സിലാക്കലാണ്. എന്ന് പറഞ്ഞാൽ സന്തോഷം എപ്രകാരമാണ് തിരുസഭയിലൂടെ ദൈവവചനത്തിൽ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമതായി വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 16-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ മനസ്സിലാക്കൽ എന്ന ടൈറ്റിലിൽ നമ്മൾ കാണാൻ പോവുകയാണ്. പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്താനാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. ഈശോ എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇതാണ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യകുലത്തെ വീണ്ടും രക്ഷിക്കാൻ അവൻ വന്നു. ശരിയാണ്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തൻ്റെ ഏകജാതനായ ദൈവപുത്രനായ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. എന്നാൽ ദൈവസ്നേഹവും ദൈവിക രഹസ്യങ്ങളും മനസ്സിലാക്കാൻ തക്കവിധം ശ്ലീഹന്മാർ പ്രാപ്തരായിരുന്നില്ല എന്ന കാരണത്താൽ 3 വർഷക്കാലം കൂടെ കൊണ്ടു നടന്ന് പരസ്യ ജീവിതകാലത്ത് അവരെ പഠിപ്പിച്ചിട്ടും പല കാര്യങ്ങളും ഗ്രഹിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ഉത്ഥാനത്തിൻ്റെ ഫലമായി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിക്കുകയും എല്ലാം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരാകുമ്പോഴാണ് ദൈവപുത്രനാണ്, ദൈവപുത്രിയാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ വളരുന്നത്. മിശിഹാ രഹസ്യവും മിശിഹായുടെ വെളിപാടുകളും മനസ്സിലാക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് തിരിച്ചറിയുക. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തോട് ചേർന്ന് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ മിശിഹാ രഹസ്യങ്ങൾ അറിയാനും മിശിഹായെ തന്നെയും സ്വന്തമാക്കാനും അവൻ നമ്മളെ സഹായിക്കും. അതാണ് 16-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം പറയുന്നത്. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു, അപ്പോൾ പിതാവിനെപ്പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. കണ്ടോ, വചനം പറയാണ്, പിതാവിനെക്കുറിച്ച് കൃത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ സ്പഷ്ടമായി, ഉപമകൾ കൂടാതെ. അതുവരെയുള്ള കാര്യങ്ങൾ ഈശോ പലപ്പോഴും അവരെ പഠിപ്പിച്ചിരുന്നത് ഉപമകളിലൂടെയാണ് എന്ന് സമാന്തര സുവിശേഷകന്മാരുടെ 3 സുവിശേഷങ്ങൾ വായിച്ചാലും 4-ാം സുവിശേഷകനായ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഈശോ പലപ്പോഴും ഉപമകളിലൂടെയാണ് പഠിപ്പിച്ചിരുന്നത്. സരളമായി മനസ്സിലാകാൻ പാകത്തിന്. നമ്മൾ ചില ബൈബിൾ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ, ധ്യാന പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ചില കഥകൾ, ചില സംഭവങ്ങൾ, ചില അനുഭവങ്ങൾ, ചില വായനയിലൂടെ ലഭിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. എന്തിനാ? അത് സാധാരണക്കാരന് ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അല്പം കൂടെ സരളമാകാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരം ഇവിടെ സ്പഷ്ടമായി എന്നതിന് ധൈര്യപൂർവം എന്നുകൂടി അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സ്പഷ്ടമായി പറയുന്നു, ഉപമകളിലൂടെ അല്ലാതെ. മറ്റൊരു വാക്ക് നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കുക സ്പഷ്ടമായി എന്നതിന് പകരം ധൈര്യപൂർവം എന്ന അർത്ഥം കൂടി വരുന്ന ഒരു ഗ്രീക്ക് വാക്കിലൂടെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ഉത്ഥാനശേഷം അരൂപിയിലൂടെയുള്ള ഈശോയുടെ പ്രബോധനം മനസ്സിലാക്കുവാനും അത് ധൈര്യപൂർവ്വം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ശിഷ്യരെ കഴിവുള്ളവരാക്കും എന്ന് ഈ വചനഭാഗം സൂചിപ്പിക്കുന്നുണ്ട്. താൻ പിതാവിൽ നിന്നും വന്നുവെന്നും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നുവെന്നും ഈശോ പറഞ്ഞപ്പോൾ അവർക്കെല്ലാം സ്പഷ്ടമാണെന്നും ഈശോ ദൈവത്തിൽ നിന്നും വന്നവനാണെന്ന് അവർ വിശ്വസിക്കുന്നുവെന്നും ശിഷ്യന്മാർ ഏറ്റുപറയുന്നുണ്ട്. സഹോദരങ്ങളെ,
അവരുടെ ഈ വിശ്വാസ പ്രഖ്യാപനത്തെ ഈശോ ചോദ്യം ചെയ്യുന്നുണ്ട് 16-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ. വിശ്വാസത്തിൻ്റെ രഹസ്യാത്മക സ്വഭാവം കണക്കിലെടുക്കണം എന്ന ഒരു ഓർമ്മിപ്പിക്കലാകാം അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വിശ്വാസം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവും അതീതവുമാണെന്ന വസ്തുത വിസ്മരിക്കരുതോ എന്ന് ഈശോ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ ഒരു മണ്ടത്തരം എന്താണെന്നറിയാവോ? വിശ്വാസത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു കുന്നിക്കുരുവിൻ്റെ അത്രയും മാത്രം ബുദ്ധിയുള്ള ഞാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിലുള്ള വിശ്വാസത്തെ അളക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ബാലിശമല്ല ഇത്. അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളുമൊക്കെ ബോധ്യങ്ങളിലേക്ക് വളരാൻ വേണ്ടി പരിശ്രമിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനങ്ങളിലൂടെ. ഇനി നമ്മൾ 4-ാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അത് സമാധാനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് സമാധാനമാണെന്ന് 16-ാം അധ്യായത്തിൻ്റെ 32-33 വാക്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 32-33 വാക്യങ്ങളിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാനാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഒരു ഫലമായ സമാധാനത്തെക്കുറിച്ചാണ് നമ്മളെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നത്. 33-ാമത്തെ വചനം അപ്രകാരം ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വചനം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. സമാധാനത്തോടുകൂടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന കർത്താവ്, ഉദ്ധിതനായ ഈശോ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഈ ലോകത്തെ കീഴടക്കിയ കർത്താവ് നമുക്ക് സമാധാനം നൽകാൻ വേണ്ടി കടന്നു വന്നവനാണ് എന്ന് നമ്മളെല്ലാവരെയും ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമാധാനം വെറും മാനസികമായ അസ്വസ്ഥതയില്ലായ്മയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. മനുഷ്യന് ദൈവം മിശിഹായിലൂടെ നൽകുന്ന രക്ഷാകരമായ സമാധാനമാണിത്. ഉദ്ധിതനായ മിശിഹായുടെ സമാധാനമാണിത്. മിശിഹായിൽ ജീവിക്കുന്നവർക്ക് സ്വായത്തമാകുന്ന സമാധാനമാണിത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയും മിശിഹായുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന സമാധാനത്തിലുള്ള പങ്കുചേരലാണ് ഇത് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. മിശിഹായോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ സമാധാനം ഞാനും നിങ്ങളും സ്വന്തമാക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഈശോ സമാധാനം കണ്ടെത്തിയത് പിതാവിൻ്റെ സഹവാസത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, 16-ാം അധ്യായത്തിന് 32-ാം വാക്യം സ്ക്രീനിൽ നമുക്ക് കാണാനായി സാധിക്കും: ഞാൻ ഏകനല്ല, കാരണം എൻ്റെ പിതാവ് എന്നോട് കൂടെയുണ്ട്. ഞാൻ ഏകനല്ല എന്ന് 16-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഈശോ കൂട്ടിച്ചേർക്കുകയാണ്: എൻ്റെ പിതാവ്, എന്നെ അയച്ച എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. സഹോദരങ്ങളെ, ഇതാണ് നമുക്കുണ്ടായിരിക്കേണ്ട ബോധ്യം. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കും, ഈ വേദന അനുഭവപ്പെടുമ്പോൾ, സങ്കടം വരുമ്പോൾ, പ്രയാസത്തിലാകുമ്പോൾ, രോഗത്തിലാകുമ്പോൾ, പരാജയപ്പെടുമ്പോൾ ഞാൻ തന്നെയാണ്. നമ്മളെ ആരെയും തനിച്ച് ദുഃഖിക്കാൻ കർത്താവ് വിടുന്നില്ല. വിശ്വാസികളുടെ സഹനങ്ങളിൽ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണിത്. അതുകൊണ്ട് ദൈവവുമായുള്ള തൻ്റെ ഗാഠമായ പിതൃപുത്ര ബന്ധം, സ്നേഹബന്ധമാണ് അവിടുത്തെ സമാധാനത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ക്രൈസ്തവൻ്റെ സമാധാനം മിശിഹായോടും ദൈവത്തോടുമുള്ള അവൻ്റെ സഹവാസത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ വചനഭാഗം. സഹോദരങ്ങളെ, ഈ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന എല്ലാറ്റിനെയും, പാപത്തെയും പൈശാചിക ശക്തികളെയും മരണത്തെ തന്നെയും ഈശോ തൻ്റെ രക്ഷാകര പ്രവർത്തനത്തിലൂടെ പരിചയപ്പെടുത്തി. ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞത്.
ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിനർത്ഥം ലോകത്തെ അവൻ അതിജീവിച്ചു എന്നാണ്. ലോകത്തിനും ഉപരിയായവനാണ് യേശു കർത്താവ് എന്നുള്ള ബോധ്യമാണ് അവൻ പങ്കുവയ്ക്കുന്നത്. അന്ത്യപ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗത്തും ഇതേ സൂചന തന്നെയും നൽകപ്പെടുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ 14-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇപ്രകാരം പറയുന്നു, ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. കണ്ടോ നിങ്ങൾ? ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നുണ്ട്, എന്നാലും അവന് എൻ്റെ മേൽ അധികാരമില്ല. കാരണം എന്താ? ഈശോ ഈ ലോകത്തിൻ്റെതല്ല, സ്വർഗലോകത്തിൻ്റെതാണ്. അവൻ്റെ അധികാരി പിതാവാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്താണ് എന്നുള്ളതല്ല, നമ്മളൊക്കെ സ്വർഗോന്മുഖരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനഭാഗം നൽകുന്നത് എന്ന് ഓർത്തിരിക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ട് ലോകത്തിൻ്റേതായ ഞെരുക്കങ്ങളും സഹനങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ധൈര്യമായിരിക്കുവാൻ ഈശോ ശിഷ്യരെ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഈ സമാധാനം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെയും ഈശോയുടെ മരണം ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ വിജയത്തെ മാത്രം സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ഉദ്ധാനം ചെയ്ത ഈശോ ലോകത്തെ കീഴടക്കിയവനാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കാൻ അത് സഹായകരമാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ, യേശു കർത്താവിനോട് ചേർന്ന് നിന്ന് അവൻ മരണത്തെ കീഴടക്കിയത് താൽക്കാലികമായ വിജയത്തെ സൂചിപ്പിക്കാനല്ല, നിത്യവുമായി നമുക്ക് നൽകുന്ന സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നമ്മെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തെ ജയിച്ച ഈശോ മാനവരാശിക്ക് നൽകുന്ന സമ്മാനമാണ് സമാധാനം എന്നുള്ളത്. ഈ സമാധാനം സ്വീകരിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി ജീവിക്കേണ്ടത്, അവൻ്റെ ശ്ലീഹന്മാരായി തീരേണ്ടത്. മിശിഹായുടെ വിജയം മിശിഹാ അനുയായികളുടെ വിജയമാണ് എന്ന കാര്യം മറക്കാതിരിക്കാം. മിശിഹായുടെ വിജയം മിശിഹായെ അനുകരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും വിജയമാണ്. അതുകൊണ്ട് എന്നും എപ്പോഴും രക്ഷകനായ യേശു കർത്താവിനെ, മിശിഹായെ ഉയർന്നു നിൽക്കാൻ സഹായിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ പ്രബോധനങ്ങളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ സംസാരങ്ങളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ അതിന് നമുക്ക് സാധിക്കണം. ഈ അനുഭവമാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ തിരുവചന ഭാഗമൊക്കെയും. നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുക, സമാധാനമാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. ഈ സമാധാനത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ദൈവീകമായ കൃപാവരത്തിൻ്റെ അവകാശികളായി നമ്മൾ മാറുന്നത്. അതുകൊണ്ട് തന്നെയും ഈ അവകാശം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കൂട്ടവകാശികളാകുന്ന എപ്രകാരമാണ്? സമാധാനം സ്വന്തമാക്കുന്നതിലൂടെ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മരണം എന്നുള്ളത് ലോകത്തിൻ്റെ താൽക്കാലികമായുള്ള ഒരു വിജയത്തെ സൂചിപ്പിക്കുമ്പോൾ അവൻ്റെ ഉത്ഥാനത്തിലൂടെ ഞാനും നിങ്ങളും സ്വന്തമാക്കുന്നത് ശാശ്വതമായ ആനന്ദവും സമാധാനവുമാണ്. ഈ സമാധാനത്തിലേക്ക്, ഈ സന്തോഷത്തിലേക്കാണ് നമ്മളെ എല്ലാവരെയും കർത്താവ് വിളിക്കുന്നത് എന്ന് ബോധ്യപ്പെടുമ്പോൾ സഹോദരങ്ങളെ, ലോകത്തെ ജയിച്ച, പാപത്തെ ജയിച്ച, മരണത്തെ ജയിച്ച യേശു കർത്താവ് നമുക്കെല്ലാവർക്കും ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകാൻ വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ലോകത്തെ ജയിച്ച ഈശോ നമുക്കെല്ലാവർക്കും, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും നൽകുന്ന സമ്മാനമായ സമാധാനം സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കുന്നവരാകണം ഞാനും നിങ്ങളുമൊക്കെ. വർത്തമാനകാല സംഭവങ്ങൾ പലതും നമ്മളെ ഒത്തിരിയേറെ ആശങ്കാകുലരാക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഉദ്ധിതനായ കർത്താവ് നമുക്ക് ശാശ്വതമായ സമാധാനം നൽകിയിട്ട് പോയി എങ്കിലും പലപ്പോഴും അസമാധാനത്തിൻ്റെ, അസന്തുഷ്ടിയുടെ, അസംതൃപ്തിയുടെ കരിനിഴൽ വീഴുന്നുണ്ട് ഈ ലോകത്തിൽ. അത് പലരുടെയും പ്രവർത്തനങ്ങൾ വഴിയാണ്,
അതൊക്കെയും ഈ ലോകത്തിൻ്റെ അരൂപികളോട് ചേർന്ന് പോകുന്നത് കൊണ്ടുള്ള അധപ്പതനത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് ഓർമ്മിക്കേണ്ടി വരും ഞാനും നിങ്ങളുമൊക്കെ. കാരണം കർത്താവ് നമുക്ക് തന്നത് ശാശ്വതമായ സമാധാനമാണ്. സഹോദരങ്ങളെ, നൈമിഷികമായ ഈ ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ സുഖസന്തോഷങ്ങളുടെ പുറകെ പോയി ശാശ്വതമായി ഈ സമാധാനം നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കണം. കാരണം ഈശോ നമുക്ക് നൽകിയ സമ്മാനമാണ് സമാധാനം. ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ആവർത്തിച്ച് പറയുന്നത് സമാധാനം നിങ്ങളോട് കൂടെ എന്നാണ്. അതുകൊണ്ട് തന്നെയും ഈ അനുഭവമാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. അത് മിശിഹായുടെ വിജയത്തിലൂടെ നാം നേടിയെടുക്കുന്നതാണ്. സഹോദരങ്ങളെ, മിശിഹായുടെ വിജയം മിശിഹായുടെ അനുയായികളായ എൻ്റെയും നിങ്ങളുടെയും വിജയമാണ്. വിജയസഭയുടെ ഭാഗമാകാൻ സമരസഭയിൽ സഹനത്തോടെ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ദൈവം കരുണ തോന്നി നമുക്കെല്ലാവർക്കും ശാശ്വതമായ സമാധാനം നൽകട്ടെ. ആമേൻ.